യൂഷ്വലി നമ്മുടെ വീടുകളിലൊക്കെ പലതരത്തിൽ മോരുകറി ഉണ്ടാക്കാറുണ്ട്, പല സാധനങ്ങളിട്ട് മോരുകറി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് തക്കാളി ഇട്ടുള്ള മോരുകറിയാണ്. അപ്പോൾ തക്കാളി ഞാനിവിടെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം അരിഞ്ഞിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാതെ. കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതാണ് നമുക്ക് മോരുകറിക്ക് എപ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം അല്ലെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റിൽ ഞാനിപ്പോൾ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാവേ. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കാവേ. നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് വെന്ത് ആ ഒരു മൂപ്പ് പരുവാകുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നന്നായിട്ട് ഇളക്കി അത് പെട്ടെന്നൊന്ന് വഴണ്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു പരുവൊക്കെ ആവും. ഇത് നന്നായിട്ടങ്ങ് ഒന്ന് വഴണ്ട ആ ഒരു ചെറുതായിട്ടങ്ങ് ചുളുങ്ങി വരത്തില്ലേ, ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലോട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാവേ. ഞാനിവിടെ തൈര് നന്നായിട്ട് അടിച്ചിട്ടില്ല, ഇച്ചിരി കട്ടിയോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇവിടെ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മോരുകറി അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുന്നതെന്നും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മോരുകറിയാണ് ഇഷ്ടമെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്.